എക്സൈറ്റഡ് ആണ് ഞാനും. വളരെയധികം റിസൾട്ടും വളരെയധികം എക്സൈറ്റ്മെന്റും ഒക്കെ ഉള്ള സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് രാവിലെ ഈ മോർണിംഗ് സെഷനിലൊക്കെ വരിക. സോ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 4.5 വർഷമായിട്ട് നിരവധി ആൾക്കാരുടെ ലൈഫിൽ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ചിന്തകളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഈ പ്രോഗ്രാം സാധിച്ചിട്ടുണ്ട്. റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഏകദേശം എല്ലാ വിഷയങ്ങളും ഇൻട്രസ്റ്റിംഗ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ബേസിക്കലി ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ ചിന്തകൾ കുറച്ചുകൂടെ ഷാർപ്പാക്കുക. കാരണം നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നിങ്ങളുടെ ചിന്തകൾക്ക് സാധിക്കും, നിങ്ങളുടെ എന്താ പറയുക സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കും. ഇന്നിപ്പോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും വിജയിക്കുന്നില്ല? ഇതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എല്ലാവരും വിജയിക്കാൻ കഴിവുള്ളവരാണ്, എന്നിട്ടും എന്തുകൊണ്ട് എല്ലാവരും വിജയിക്കുന്നില്ല? ഇതൊരു വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ഇതൊരു വലിയ ഒരു സമസ്യയാണ്, അല്ലെ? എന്താണ് അതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാല്, യുവർ ഡ്രീം, അതായത് സ്വപ്നം ഉള്ളവർ മാത്രമേ വിജയിക്കാറുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ സ്വപ്നം ഇല്ലാതെ വിജയിക്കുന്നവരൊക്കെ വളരെ അപൂർവമാണ്. ഏതെങ്കിലും ഒരു സ്വപ്നത്തിന്റെ പുറകെ പോകുന്ന ആൾക്കാരൊക്കെയാണ് മാസീവായിട്ടുള്ള സക്സസ് ആകുന്നത്. ഈ സക്സസ് എന്ന് പറയുന്ന ഓരോ ആൾക്കാർക്കും ഓരോ ഡെഫിനേഷൻ ആണ്. എന്റെ സക്സസിന്റെ ഡെഫിനേഷൻ ആണെന്നില്ല എന്റെ ഭാര്യയ്ക്കോ എന്റെ മക്കൾക്കോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡെഫിനേഷൻ ആണ്. നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് സക്സസ് ആകേണ്ടത് നിങ്ങളെന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇന്നത്തെ കാലം എന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ എന്റെ മോളോട് ഞാൻ പറയാണ്, മോനോട് പറയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്റെ മുന്നിരിക്കുന്ന ഒരാളോട് പറയാണ്, നീ ഇന്നതാകണം, എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം. അതൊക്കെ പഴയ കാലത്താണ് ഈ വാശിയൊക്കെ പിടിച്ച് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്നല്ല, എന്നും ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അത് അറിവില്ലായ്മ കൊണ്ട് ആൾക്കാർ ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സ്കില്ല്, ഓരോരുത്തർക്കും ഓരോ കഴിവ്. വിജയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് കാറുകൾ ഇഷ്ടമാണെന്ന് നോക്കാം. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വൈഫിനോ ഫാമിലിയിലോ ആർക്കെങ്കിലും കാർ അത്ര ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്തിനാ കാറിനെ കുറിച്ച് കൂടുതൽ വില പിടിക്കുന്നത്, അല്ലെ? ഏത് കാര്യത്തിലും വിജയം എന്ന് പറയുന്നത് വളരെയധികം ആപേക്ഷികമാണ്, വളരെയധികം റിലേറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വിജയം എന്ന് പറയുന്നത് ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ, പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല വിജയം ഉണ്ടാകണമെങ്കിൽ യു ഷുഡ് ബി റിയലി എക്സൈറ്റഡ് ഓൺ ദാറ്റ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പുറകെ എക്സൈറ്റഡ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റും. ഡ്രീം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഡ്രീമിന്റെ ഒരു ഡെഫിനേഷൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് കിട്ടുന്നത്, ദാറ്റ്സ് യുവർ ഡ്രീം. അത്രേ ഉള്ളൂ. പറയാം, അതിനകത്തൊന്നും വലിയ എഴുതി വെച്ച് അതിന്റെ സയന്റിഫിക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ, നമ്മൾ ഒത്തിരി സയൻസും ലോജിക്കും ഒക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഡ്രീം ആയിരിക്കണം എന്നൊക്കെ ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ എക്സൈറ്റഡ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം നിങ്ങൾ ചില ആൾക്കാരെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ പ്രേമിച്ചിട്ടുണ്ടാവും കല്യാണം കഴിച്ചില്ലെങ്കിലും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും, പ്രേമിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഈ പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രേമത്തിന് ആകെയുള്ള എക്സൈറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, അല്ലെ? ഈ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ അച്ചീവ്മെന്റ്സ് ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എക്സൈറ്റഡ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, വി ആർ റിയലി, ദാറ്റ് ഈസ് കോൾഡ് അവർ ഡ്രീം. അതാണ് നമ്മുടെ സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെറിയ ലളിതമായ ഭാഷ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് നമുക്ക് റിയലിസ്റ്റിക്, സ്മാർട്ട് അത് പറഞ്ഞാല് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട്, കാരണം നമ്മൾ ഈ ഡെഫിനേഷൻ കൂടുന്തോറും നമ്മളെ ലോജിക്കൽ മൈൻഡ് ഒത്തിരി അപ്ലൈ ചെയ്യും. ഡെഫിനേഷൻ ഒന്നുമില്ല, എന്തെങ്കിലും ആലോചിക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നി, നമുക്ക് വേണം തോന്നുന്നു, നമ്മുടെ സ്വപ്നം. അത്ര അങ്ങ് കൂട്ടിയാൽ മതി. കാരണം ഞാന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡെഫിനേഷൻ തപ്പിപ്പോയതാ. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ എന്താണ്? കമ്പനി സെക്രട്ടറിയുടെ ഡെഫിനേഷൻ കണ്ട, കമ്പനി സെക്രട്ടറി is working as the secretary of a company for financial matters as the name defines. ഇതാണ് കമ്പനി സെക്രട്ടറിയെ കുറിച്ച് എനിക്ക് കിട്ടിയ ആൻസർ. എനിക്കൊന്നും മനസ്സിലായില്ല. അതുപോലെ നമ്മൾ വളരെ ലളിതമായിട്ട് ചിന്തിച്ചാൽ ഇത്രേ ഉള്ളൂ, യു ജസ്റ്റ് ഗെറ്റ് എക്സൈറ്റഡ് അബൌട്ട് വാട്ട് യു വാണ്ട് റിയലി ഇൻ യുവർ ലൈഫ്. അത്രേ ഉള്ളൂ നമ്മുടെ സ്വപ്നം. ഓക്കെ, ഈ സ്വപ്നങ്ങളുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഈ സ്വപ്നങ്ങളിൽ പുറകെ പോകുമ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിജയിക്കുന്നില്ല? അതാണ് ഇന്നത്തെ ഇവിടെ ചോദ്യചിഹ്നം. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ദി സബ്ജക്ട് ഫോർ ടുഡേ. അപ്പൊ അതായത് എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ വിജയിക്കുന്നില്ല വെച്ചാൽ വളരെ ലളിതമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഡൗട്ട് കുറച്ചു കഴിഞ്ഞാൽ മിച്ചം വരുന്നതാണ് നിങ്ങളുടെ റിയാലിറ്റി. യുവർ ഡ്രീം മൈനസ് യുവർ ഡൗട്ട് ഈസ് യുവർ റിയാലിറ്റി. ഇഫ് യു ഹാവ് പവർഫുൾ ഡ്രീംസ് ആൻഡ് യു ഹാവ് പവർഫുൾ ഡൗട്ട്സ്, യു നോട്ട് ഗോയിങ് ടു ഗോ എനിവെയർ. നിങ്ങൾക്ക് വളരെ ശക്തമായ സ്വപ്നങ്ങളുണ്ട്, അതിനേക്കാളും ശക്തമായ ഡൗട്ട് കൊണ്ട് ചെയ്തില്ല. ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തെ കുറിച്ച് ഡൗട്ടാ? ഇത് ശരിയാകുമോ? ഡയറക്ട് സെല്ലിംഗ് ശരിയാകുമോ? വെൽനസ് ശരിയാകുമോ? കമ്പനി ശരിയാകുമോ? ടീം ശരിയാകുമോ? എന്റെ അപ്ലൈന് അത്ര കമ്മിറ്റ്മെന്റ് ഉണ്ടോ? നമ്മളെ മാത്രമേ നമ്മൾ തോന്നും. ചിലപ്പോൾ നമ്മളെ വരും, എനിക്ക് പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ ഡൗട്ട്സിന്റെ ഒരു കൂമ്പാരത്തിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാകുന്ന വെച്ചാൽ ഡ്രീം ഒക്കെ ഉണ്ട്, വളരെ എക്സൈറ്റഡ് ഒക്കെയാണ്, പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഡൗട്ട് കാരണം ഡ്രീമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനം അങ്ങോട്ട് പുറത്തോട്ട് പോവാണ്. അപ്പൊ എന്തുണ്ടാകുന്നത്? നമുക്ക് ജീവിതത്തിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി അധികം. എനിക്ക് ജീവിതത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന്റെ ഒരു ഗുണം പറയുകയാണെങ്കിൽ,
ചിന്തിക്കാൻ പറ്റാത്ത അത്രയധികം ആൾക്കാരുമായിട്ട് എനിക്ക് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഏത് പ്രൊഫഷനിൽ പോയാലും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇടപഴകാൻ പറ്റുന്നതിനേക്കാളും എത്രയോ ഇരട്ടി എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, എത്രയോ ഇരട്ടി ആൾക്കാരുമായിട്ട് എനിക്ക് നേരിട്ടും അല്ലാതെ ഒക്കെ തന്നെ എനിക്ക് ഇടപഴകാനായിട്ട് ഇൻഡസ്ട്രികൾ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല് ഞാൻ കഴിയുന്നത്ര ഒരു ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. എന്തുകൊണ്ട് ഇപ്പൊ ഒരാള് നമ്മളോട് വരുന്നു, വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു, അത് കഴിഞ്ഞാൽ അയാൾ കുറെ കഴിയുമ്പോൾ അയാൾ ഡിസപ്പിയർ ആവുന്നു, അല്ല അയാൾ ആ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അയാളുടെ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടുന്നത്? അല്ലെ ഒരാളിപ്പോ നമ്മുടെ സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇവൻ നമ്മൾ ഇതുപോലത്തെ വീഡിയോ കാണുന്ന സമയത്തും ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ സമയം കിട്ടുമ്പോൾ ഒക്കെ നോക്കാറുണ്ട്. ഈ സെഷൻ ഇടയിൽ കൂടെ സമയം കിട്ടണമല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവരെന്താണ് ഇവരുടെ കണ്ണിൽ കാണുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തായിരിക്കും ഈ സാധനം ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വിജയിക്കാത്തല്ലേ, ഇവരെന്തായിരിക്കും ഇവരുടെ വിജയത്തിന്റെ പുറകുള്ള കാര്യം? ഒറ്റ കാര്യം, നമ്മൾ ഒരു പോയിന്റിലേക്ക് വരുവാണ്, എത്രയേ ഉള്ളൂ, ഡൗട്ട് ഇല്ലാതെ വർക്ക് ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാം. ഈ ഡൗട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് എന്തിനെ കുറിച്ചും ഡൗട്ട്സ് ആണ് അല്ലെ. ഇപ്പൊ പല ആൾക്കാർക്കും നമുക്ക് ജീവിതത്തില് പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകാം. എത്ര നാളെ സംശയം കൊണ്ട് നടക്കും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. സംശയങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നാച്ചുറൽ ആണ്. ആരൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകണം എങ്കിലേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ചിന്തിക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാം, സംശയങ്ങൾ ഉണ്ടാകാം, ശരിയാകുന്നുള്ള ആശങ്കകൾ ഉണ്ടാകും. ദാറ്റ്സ് ഓക്കെ, അതൊക്കെ നോർമലാണ്. പക്ഷെ ഈ സംശയമായിട്ട് എത്ര നാൾ ഇരിക്കും എന്നുള്ളതാണ്. സംശയം തീരുന്നുമില്ല, പണിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് എങ്ങും എത്താൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് യുവർ ഡ്രീം മൈനസ് യുവർ ഡൗട്ട് ഈസ് യുവർ റിയാലിറ്റി. നിങ്ങളുടെ സ്വപ്നം എന്തുമാത്രം വലുതാണോ അതിനേക്കാളും എന്തുമാത്രം കുറവാണ് നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സ്വപ്നങ്ങളുണ്ട്, അത് വളരെ കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ റിയാലിറ്റി വിൽ ഓട്ടോമാറ്റിക്കലി ബി ബിഗ്. സ്വപ്നങ്ങളുടെ അത്രയും തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് എനിക്ക് എത്താൻ പറ്റും. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കുകയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു പരിപാടി ഇല്ല. കാരണം പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആക്റ്റീവ് ആകുന്ന ഏതൊരു വ്യക്തിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ഉണ്ടാവും. ചലഞ്ചസിനെ ഒരു വലിയ ഇഷ്യൂ ആയിട്ടോ പ്രോബ്ലം ആയിട്ടോ മാറ്റാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ കംഫർട്ടബിൾ ആക്കി. അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴൊക്കെ സംസാരിക്കാവുന്ന പോയിന്റ് ആണ്. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ദർ ആർ മില്യൺസ് ഓഫ് അൺസക്സസ്ഫുൾ പീപ്പിൾ അറൌണ്ട് us. നമ്മുടെ ചുറ്റും ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സക്സസ്ഫുൾ ആകാത്ത ആൾക്കാരുണ്ട്. ഞാനൊക്കെ എന്റെ കൂടെ പഠിച്ച പല ആൾക്കാരും ഞാൻ ഓർത്തവരൊക്കെ എവിടെയെങ്കിലും എത്തുന്നതാണ്, എത്തിയില്ല. കഴിവ്, വിവരം, അറിവ് എല്ലാം ഇപ്പൊ നമ്മുടെ മുകേഷോ അങ്ങനെയൊക്കെ സിനിമയുടെ മുകേഷ് നടത്തിയ ഒരു കോൻ ബനേഗ വട്ടവർ, അതുപോലെ കരോഡ്പതി, അതുപോലെ ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുത്ത എന്റെ ഒരു സുഹൃത്തുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവന് വളരെയധികം ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളാണ്. എന്നും ഒരിക്കലല്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ പറയുന്ന പുള്ളിക്ക് എന്ത് കാര്യത്തിനെ കുറിച്ച് ആശങ്ക, എന്നാൽ എന്ത് കാര്യം. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ജനിച്ചത് മുതൽ ഇന്നലെ എന്തുവരെ ചെയ്തു എന്നവരെ ചോദിച്ചാൽ പുള്ളിക്ക് പറയാൻ പറ്റും. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തും പറയാം. ക്രിക്കറ്റ് മാത്രമല്ല, സ്പേസ്. ഇപ്പൊ ശുഭാംശു ശുക്ലക്കാലം കൂടുതൽ സ്പേസിനെ കുറിച്ച് ഇയാൾക്ക് അറിയാം. ഞാൻ വെറുതെ പറയുന്നില്ല. നമുക്കൊരു സംശയം, എനിക്കൊരു സംശയം വന്നാൽ എന്ത് കാര്യത്തിൽ ഞാൻ അതിനകത്ത് ഒരു 90% സമയത്ത് ഞാൻ വിളിക്കുന്ന ഇയാളെ. പക്ഷെ പ്രശ്നം വെച്ചാൽ പുള്ളിയുടെ സംശയങ്ങൾ കാരണം എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആശങ്ക കാരണം പുള്ളിക്ക് ജീവിതത്തിലെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത് നമ്മുടെ ചുറ്റും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതിന്റെ ഒരു ഫാക്ട് നോക്കിയാൽ നേരത്തെ പറഞ്ഞാണ്, there are no single person around us who cannot be successful. ഈ ഭൂമി ജനിച്ച ഒരാൾക്കും ജീവിതത്തില് വിജയിക്കാൻ തടസ്സങ്ങളുള്ള ആരുമില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ എല്ലാവരും ഒരേ രീതിയിൽ വിജയിക്കണം എന്നില്ലല്ലോ. നമ്മുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഒരു നല്ല ഷോപ്പ് നടത്തുന്ന ആൾ, അയാൾ ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ വളരെ സമാധാനത്തിലാണ് കഴിയുന്നത്. അതേസമയത്ത് കോടികളുടെ ആസ്തിയുള്ള ആൾക്കാരൊന്നും നേരെ ശരി ഉറങ്ങാത്ത ആൾക്കാരെ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമായിരിക്കും, കേട്ടിട്ടെങ്കിലും ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പൈസയല്ല ഈ ജീവിതത്തിൽ വിജയത്തിന്റെ ആധാരം പൈസയാണെന്ന് നമ്മൾ പറയുമ്പോൾ കുറെയൊക്കെ സത്യമാണെങ്കിലും വിജയത്തിന്റെ എന്ന് പറയുമ്പോൾ മനസ്സമാധാനം കൂടെ വിജയത്തിന്റെ ഭാഗമായതുകൊണ്ട് മനസ്സമാധാനം പൈസയായിട്ട് ബന്ധമൊന്നുമില്ല. പൈസ ഇല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും പൈസ ഉണ്ടാകുമ്പോൾ എന്താ പറയുന്നത് സമാധാനം ഉണ്ടാകണം നിർബന്ധമില്ല. അത് നമ്മൾ ഫിലോസഫിക്കലായിട്ടൊന്നും പോകുന്നില്ല. ജീവിതത്തിൽ വിജയിക്കാത്ത ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വിജയിക്കാൻ പറ്റാത്ത ഒരാളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ക്യാൻ ഐ ഓർ ഐ കാണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള ചോദ്യം എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഇങ്ങനെ ഇത് രണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ ഒരു $1 million ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, ഡൗട്ട് കിൽസ് മോർ ഡ്രീംസ് ദാൻ ഫെയിലിയർ എവർ വിൽ. അതായത് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഡൗട്ടും കൂടെ അതിന്റെ ഒരു ഭാഗമാണ്. എങ്കിൽ കൂടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാജയപ്പെട്ടിട്ടുണ്ടോ അവർ ചെയ്ത മേഖല തെറ്റായി പോയതുകൊണ്ടല്ല, അവർക്ക് കിട്ടിയ ഒരു അവസരം മോശമായതുകൊണ്ടല്ല, അവരതിനകത്ത് പണിയെടുക്കാഞ്ഞിട്ടല്ല, പക്ഷെ ഇത് വിജയിക്കും എന്നുള്ള പേടി കാരണം പല ആൾക്കാർ ഈവൻ ആക്സിഡൻസിനെ കുറിച്ച് പോലും സയന്റിഫിക്കലി പറയുന്ന ഹൈവേയിൽ ഉണ്ടാകുന്ന ആക്സിഡൻസിനെ കുറിച്ച് ഒരു പഠനം ഞാൻ വായിച്ചു. എവിടെയാ ഞാൻ ഓർക്കണില്ല.
ആ പഠനത്തിനകത്ത് പറയുന്നത് ഈ ഡൗട്ടാണ് ഈ ആക്സിഡന്റ് പുറകിലുള്ള കാര്യം. അത് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മൊമെന്റിൽ തോന്നും ഓവർടേക്ക് ചെയ്യാൻ, പിന്നെ രണ്ടാമത്തെ മൊമെന്റിൽ ഓവർടേക്ക് ചെയ്യണമെന്നൊരു ആശങ്ക വരും. ആ സ്പ്ലിറ്റ് സെക്കൻഡില് ചിലപ്പോൾ ഇയാളുടെ ആക്സലറേഷൻ കുറയും. ആ സമയത്ത് എന്തുണ്ടാകുന്ന ആദ്യത്തെ ഇൻസ്റ്റിങ് ചിലപ്പോൾ ആൾ കയറി പോകണം, രണ്ടാമത്തെ ഇൻസ്റ്റിങ് വന്നപ്പോൾ ഇയാൾക്ക് പ്രശ്നം ഉണ്ടായി. അങ്ങനെയാണ് ഈ ഓവർടേക്കിംഗിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഞാനൊരു പഠനം ആധികാരികമായ പഠനമല്ല, ചുമ്മാ ആരെങ്കിലും ചുമ്മാ എഴുതിയ പഠനങ്ങളല്ല. അപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. ജീവിതത്തിൽ സംശയങ്ങൾ നടക്കുമെന്നുള്ള തോന്നല്, നമുക്ക് എല്ലാ ദിവസവും തോന്നുന്ന ഒരു ചോദ്യമാണ് ശരിയാകുമോ. അത് എനിക്കും തോന്നാറുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. ശരിയാകുമോ എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ ശരിയാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലും ഇറങ്ങാമെന്ന് മാത്രമേ ഒരു പ്രതിവിധി ഉള്ളൂ, മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ സംശയമാണ് ഫിയറിനേക്കാളും കൂടുതൽ ഒരു എന്താ പറഞ്ഞ സ്വപ്നങ്ങളെ കൊല്ലുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഫെയിലിയറിനേക്കാളും കൂടുതൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ എന്നുള്ള ആശങ്കയാണ്. യുവർ ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻസ് ആൻഡ് യുവർ ഡൗട്ട് ക്യാൻ ക്രിയേറ്റ് ദം. നമ്മൾ കേട്ടിട്ടുണ്ട് വിശ്വാസം മലകളെ നമ്മള് എന്താ പറയുക മാറ്റും എന്നല്ല, മലകളെ മാറ്റാൻ പറ്റും എന്നുള്ളത്. പക്ഷെ നമ്മുടെ സംശയങ്ങൾ ഇല്ലാത്ത മലകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വയസ്സായിക്കോട്ടെ, 50 വയസ്സായിക്കോട്ടെ, 40 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, അതിൽ കൂടുതലോ കുറവൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 വർഷം 5 വർഷം 10 വർഷം മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല സംശയങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിരി വരും. എനിക്ക് ഭയങ്കര സംശയങ്ങളൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ കുറിച്ച് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക ആൾക്കാരോട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ വളരെയധികം എന്ന് പറഞ്ഞാൽ അത്രയധികം ഞാൻ ആക്ടിവിറ്റിക്കകത്തൊക്കെ ഞാൻ ഉണ്ടാവും. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് പ്രവർത്തിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അന്നത്തെയൊക്കെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരും. ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു. ആ സ്കൂൾ ലീഡർ ആയ സമയത്ത് എനിക്ക് എന്താ പറയാ, നമ്മൾ സ്കൂൾ ലീഡറിന് ലാസ്റ്റ് ഫൈനൽ ഇതുണ്ടല്ലോ, ആനിവേഴ്സറിക്ക് ഇത് അവതരിപ്പിക്കണം, സ്വാഗത പ്രസംഗം. അതിന്റെ തലേ ദിവസം പനി വിളിച്ച് കിടന്നു, നിങ്ങൾക്കറിയില്ല. പനി വിളിച്ച് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുകൊണ്ട് വന്നു. എനിക്ക് പേടിയാ പിറ്റേ ദിവസം സ്കൂളിൽ. ഇപ്പൊ ആ ലെവലിലുള്ള എനിക്ക് എവിടെ എത്താം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല സാധനങ്ങളും നമ്മൾ ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന മൗണ്ടൻസ് ആണ്, അല്ല ക്രിയേറ്റ് ചെയ്യുന്ന ഡൗട്ട്സ് ആണ്. അത് ക്രിയേറ്റ്സ് മൗണ്ടൻസ്. സോ വിശ്വാസം മലകളെ ഇല്ലാതാക്കും എന്ന് പറയുന്ന പോലെ മലകളെ മൂവ് ചെയ്യിക്കുന്നു പറഞ്ഞാൽ, അതായത് നമ്മളെന്താ പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മലകളെ പോലും മാറ്റാൻ സാധിക്കും എന്ന് പറയുന്ന പോലെ, വിശ്വാസം ഇല്ലെങ്കിൽ ഇല്ലാത്ത മലകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് യു ആർ ഡൂയിങ് ദാറ്റ്. ഇല്ലാത്ത മലകളെ എന്നെ കൊണ്ട് പറ്റുമോ, ഇത് നടക്കുമോ പിടിക്കുമോ എന്ന് ചോദിച്ച് നടക്കുന്ന ഇല്ലാത്ത മലകളെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെന്ത് ശരിയാകത്തില്ല, നടക്കുകയില്ല. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഡൗട്ട്സും ക്വസ്റ്റ്യൻസും വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻസ് ആൻഡ് യുവർ ഡൗട്ട് ക്യാൻ ക്രിയേറ്റ് ദം. ഇത് എപ്പോഴും മനസ്സിലാക്കുക. സംശയിച്ച് നീക്കി ഒരു കാര്യം തീരുമാനം എടുത്ത് അതിനകത്ത് സംശയിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഒരു അറ്റം കാണുന്നവരങ്ങ് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഒരു ഫിലോസഫിയാണ്. സോ ഹാവ് എ ഡ്രീം ആൻഡ് ബിലീവ് ഇറ്റ്സ് പോസിബിൾ. ഒരു വലിയ പവർഫുൾ സ്വപ്നങ്ങൾ ഉണ്ടാകുക, അതിലങ്ങ് വിശ്വസിക്കുക. രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് 3 തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായാൽ അതൊന്നും നടക്കില്ല. നമുക്ക് രസമായിട്ട് എടുക്കണം. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് പുറകെ പോകുന്ന ഒരു ഹരമായിട്ട് എടുക്കണം, ഒരു പാഷനായിട്ട് എടുക്കണം. കാരണം പാഷനേറ്റ് ഉള്ള ആൾക്കാരെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ. അതിന്റെ പുറകെ പോകണം. അതിന്റെ ഒരു രസമല്ല. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വെൽനസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. ഈ വെൽനസിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൊഡക്ട്സ്, ഇപ്പൊ എത്രയോ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ പ്രൊഡക്റ്റുകളൊക്കെ എത്ര ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊരു രസമല്ലേ. ഇനി പൈസ നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു രസമല്ലേ. എത്രയോ ആൾക്കാർക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പൈസയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സമയത്ത് എനിക്ക് എന്റെ ഫാമിലിയിൽ തന്നെ ഒരു ഇൻസിഡന്റ് പറയാണ്. എന്റെ ഫാമിലിയില് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും എന്റെ അച്ഛന്റെ മരുമോനാണ്, അച്ഛന്റെ സിസ്റ്റർ മോനാണ്. എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും എവിടെ ഓടിച്ചെല്ലുന്ന ഒരാളാണ്. നമ്മളൊക്കെ ഒരു കാര്യത്തിന് ഇപ്പം നമ്മൾ തന്നെ ഫാമിലിയിൽ അത്ര നമുക്ക് ബന്ധമില്ലാത്ത ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാല് നമ്മൾ ഇന്ന ആളെ വിളിക്കുവാണെങ്കിൽ വരാന്ന് പറയുന്ന ഒരാൾ നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഉണ്ടായേക്കാം. എന്റെ ഫാമിലിയിലുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് വരില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ അതിശയിച്ചു പോയി. ഈ പറഞ്ഞ ചങ്ങാതി അത്രയധികം നമുക്ക് പ്രിയങ്കരനല്ലാത്ത ഫാമിലിയിലുള്ള ഒരാള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഡയാലിസിസിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഈ ചങ്ങാതി ഓഫീസിൽ ഒരു പ്രധാന കാര്യം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിയെ സംബന്ധിച്ചത് അത് വളരെ ഒരു പാഷനാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്റെ സെയിം ഏജ് ആണ്. ഞാൻ ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നത്, മനു അത് വേറൊന്നും അല്ല, നമ്മളെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാളുടെ മകൻ 2 മക്കളാണ്. ഒരു മകള് ബാങ്കിലാണ്, രണ്ടാമത്തെ മകന് ഒരു ആവറേജ് പഠിത്തക്കാരനായിരുന്നു. പക്ഷെ അവനൊരു പെർട്ടിക്കുലർ മേഖലയെ പഠിച്ച് അവന് ഇന്ന് നോക്കുവാണെങ്കിൽ, ഞാൻ ഇന്നലെ ടോപ്പിക്ക് സംസാരിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ പേഴ്സണൽ ഗ്രൂപ്പിനകത്ത്, അത് ഈ നരേന്ദ്രമോദിയുടെ അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ജോലിക്ക് കയറി. ഇത് എങ്ങനെയാ കയറി? ഇന്നലെ വന്ന് എന്നോട് ഇത് എങ്ങനെയാ ഇനി ജോലി കിട്ടിയത് എനിക്ക് അറിയില്ല. പക്ഷെ അവൻ അതിന്റെ പുറകെ പോയത് എങ്ങനെയാ അവന് കിട്ടിയെന്ന് അറിയില്ല. അതായത് പ്രൈം മിനിസ്റ്ററുടെ ഇന്നർ കോറുണ്ട്, അതിന്റെ പുറകിലൊക്കെ ഉണ്ട്. 3ാമത്തെ കോറിനകത്താണ് അവൻ ഇരിക്കുന്നത്. ഇങ്ങനെ പോയാൽ റിട്ടയർ ആകുമ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ ഇന്നർ കോറിനകത്ത് വരും. ഞാൻ പറയുന്നത് അത് എങ്ങനെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, മേ ബി ഞാൻ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പുണ്യമായിരിക്കാം. ഞാൻ പറയും, നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം രാവിലെ ഒരു കാര്യം ചെയ്തു വൈകുന്നേരം അതിന്റെ റിസൾട്ട് കിട്ടിയില്ല, നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആണ്.
ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ചെയ്യേ, റിസൾട്ട് എപ്പോഴെങ്കിലും വന്നോളൂ എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് ഇല്ലാതെ വർക്ക് ചെയ്യാന്നുള്ളതല്ല, ടാർഗറ്റ് വേണം, ഗോൾ വേണം. ഇതൊക്കെ പറയുമ്പോൾ രണ്ട് എക്സ്ട്രീം മാത്രമേ ആൾക്കാർ എടുക്കുള്ളൂ. നിങ്ങൾ ഇപ്പൊ മനോജ് സാർ പറഞ്ഞ ഇതാണ്, റിസൾട്ട് ഒന്നും വേണ്ട, പണിയെടുത്താവെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ടാർഗറ്റ് വേണം, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് അന്തമൊന്നുമില്ല, നമ്മളെ ചെയ്യുന്നു, പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ആൾക്കാർ എവിടുന്നെങ്കിലും നമുക്ക് റിസൾട്ട് വരും. സോ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുന്നത്, വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. വാൾട്ട് ഡിസ്നി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് സ്വപ്നം കാണാൻ സാധിച്ചാൽ, ദൈവം അതിന്റെ നിങ്ങൾക്ക് ഒരു സ്വപ്നമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകാതെ പിന്നെയും പിന്നെയും നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഐ റിപ്പീറ്റ്, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചു, ദൈവം അല്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നിച്ചു, അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല, അത് നിങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങളുടെ മനസ്സിലേക്ക് കയറുവാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീം തന്നെയാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്വപ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഡ്രീം ദ ബിഗസ്റ്റ് ഡ്രീം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ സ്വപ്നങ്ങളൊക്കെ സ്വപ്നം കാണുക, അല്ലാതെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ടിട്ടൊന്നും ജീവിതത്തിൽ എങ്ങും നമ്മൾ എത്താൻ പോകുന്നില്ല. നമുക്ക് ഇപ്പൊ എനിക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, എനിക്ക് 6 അടി കൂടുതൽ പൊക്കമുണ്ട്, എന്റെ കൈകളൊക്കെ 6.5 അടി 6.25 അടി വരെ തൊടാനായിട്ട് എനിക്ക് പാടൊന്നുമില്ല. ഇനി 7 അടി ആണല്ലോ, ഒന്ന് ചാടിയെ കിട്ടും. അതൊരു സ്വപ്നമായിട്ടൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല. 10 അടിയുടെ മുകളിൽ ചാടി തൊടാൻ പറ്റുന്ന ഒരു സ്വപ്നമാണ്. അങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് മനസ്സിലാക്കുക. ബിലീവ് 100% and there is no nothing called 99% ബിലീവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ആരെയെങ്കിലും മാസത്തിൽ 30 ദിവസത്തിൽ 29 ദിവസം വിശ്വാസമുണ്ട്, ഒരു ദിവസം വിശ്വാസം ഇല്ല, അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുമോ? ഇല്ല. നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പല വിശ്വാസങ്ങളും നമ്മുടെ സീസണലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു കാര്യം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ നമ്മുടെ അയ്യപ്പ എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ ശബരിമലയ്ക്ക് പോയേക്കാം, നല്ല തേങ്ങ ഉടച്ചേക്കാം ഗണപതിയുടെ കോവിലില് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അത് വെച്ചാല് ഗണപതി ആ തേങ്ങയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ഗണപതി നമുക്ക് ചെയ്തു തരും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ സ്വപ്നം കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, അതൊക്കെ ഒരു മെന്റൽ പവറിന് വേണ്ടിയുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ ഈ സാധനം അച്ചീവ് ചെയ്തിട്ട് ഗണപതി തേങ്ങയെ നോക്കിയിരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും ചില സമയത്ത് നമ്മുടെ വിശ്വാസം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതായത് ചില സമയത്ത് നമുക്ക് പാർഷ്യൽ ബിലീഫാണ്, എല്ലാ ദിവസവും എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതൊക്കെ അങ്ങനെയുള്ള വിശ്വാസമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പോലും 100% വിശ്വസിക്കാം. അതിനകത്ത് ഫെയ്ത്ത് ഉണ്ട്. ആ ഫെയ്ത്തും ബിലീഫുള്ള വ്യത്യാസം. ബിലീഫിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഫെയ്ത്ത്. കാരണം നമുക്കറിയാം, ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, പല അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിലീഫിന്റെ അടുത്ത പടിയാണ്. എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇത് അച്ചീവ് ചെയ്യുമെന്നുള്ളത്, അത് നമുക്ക് നടക്കും എന്നുള്ളത്, അതിന്റെ പുറകെ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ അതിനിപ്പോ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല, പക്ഷെ യു നോ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അതിന്റെ പുറകെ ഹാർഡ് വർക്ക് ചെയ്യാം. കാരണം അതിന്റെ പുറകെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഹാർഡ് വർക്കിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു സ്വപ്നത്തിനും പറ്റില്ല. സ്വപ്നമില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാളും വളരെയധികം റിസൾട്ട് കിട്ടും സ്വപ്നത്തിന്റെ പുറകെ പോകുന്നത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, ഹാർഡ് വർക്കിന് ഒരു ഇക്വലന്റ് അല്ല, അല്ലെങ്കിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല സ്വപ്നം. മനസ്സിലാക്കുക, ഹാർഡ് വർക്കിന്റെ അതിനെ സിങ്ക് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്, അതിന്റെ ഒരു കോംപ്ലിമെന്ററി ഫാക്ടർ ആണ് സ്വപ്നം എന്ന് പറയുന്നത്. യുവർ ഡ്രീം മൈനസ് യുവർ ഡൗട്ട് ഈസ് യുവർ റിയാലിറ്റി. ഞാൻ ഒന്ന് പറഞ്ഞാണ്. സോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ്, ഇഫ് യു തിങ്ക് യു ക്യാൻ ആൻഡ് ഇഫ് യു തിങ്ക് യു കനോട്ട് യു ആർ റൈറ്റ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും യു ആർ റൈറ്റ്, നിങ്ങൾ കറക്റ്റ് ആണ്, നിങ്ങൾ ശരിയാണ്, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ സംബന്ധിച്ച് ശരി. എനിക്ക് തോന്നുവാണ് എനിക്കിത് ചെയ്യാൻ പറ്റും, ഐ എം റൈറ്റ്. എനിക്ക് തോന്നുവാണ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഈവൻ തന്നെ ഐ എം റൈറ്റ്. അപ്പോഴും ഞാൻ റെഡിയാണ്, കാരണം ഞാൻ ശരിയാണ്. കാരണം എന്റെ മനസ്സിലല്ലേ ആദ്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്നത് അപ്ലൈൻ ചോദിച്ചിട്ട് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാന്നൊരു തോന്നലുണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യം ഓക്കെ, 2 പ്രാവശ്യം ഒക്കെ. എപ്പോഴും അങ്ങനെ വിശ്വാസം വേണ്ടി വരുവാണെങ്കിൽ യു ആർ നോട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്. നിങ്ങൾക്ക് ആക്ച്വലി വിശ്വാസം ഇല്ല, പിന്നെ ആർക്കോ വേണ്ടി, ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ വീട്ടിൽ ഇറങ്ങുകയാണ്. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഇൻസ്റ്റിങ്സ്, ഓക്കെ, ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നതിന് നമ്മൾ ചെയ്യാൻ പോകണം, നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഇൻസ്റ്റിങ് ആകുമ്പോൾ അതിന്റെ പുറകെ പോകണം. സോ നിങ്ങൾ മനസ്സിലാക്കാം, സ്വപ്നങ്ങളും സമ്പത്തും അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഒരു കാര്യമാണ് വെൻ ഇറ്റ് കംസ് ടു ഡ്രീംസ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു വെൽത്ത്. സ്വപ്നങ്ങളെ കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ സംസാരിക്കുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം തെറ്റായിരിക്കും. നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, അല്ലെ, ഡെമോക്രസിയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നോക്കുന്നത് ഭൂരിപക്ഷം, മജോറിറ്റി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്ച്വലി മജോറിറ്റി എന്ന് പറയുന്നത് സ്വപ്നം കാണുന്ന ആൾക്കാരല്ല. 5% ആൾക്കാര് റിയൽ ആയിട്ട് സ്വപ്നം കാണുന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. മജോറിറ്റി സമ്പത്തുള്ള ആൾക്കാരല്ല. ഇന്ത്യയിലെ മൊത്തം സമ്പത്ത് എടുത്ത് ഡിവൈഡ് ചെയ്താല് 90% ആൾക്കാരുടെ 10% സമ്പത്തും
95% ആൾക്കാരെ 10% സമ്പത്തും 5% ആൾക്കാരെ 90% സമ്പത്തുമാണ് ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വെറും 5% ആൾക്കാരിലാണ് ഇന്ത്യയിലെ 90% വരുന്ന സമ്പത്തിരിക്കുന്നത്. 5% ഞാൻ കോടികളാണ്. ഇപ്പൊ 140 കോടിയുടെ 5% എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 5-6 കോടി ആൾക്കാരുണ്ട്. പക്ഷെ ബാക്കിയുള്ള 95% ആൾക്കാരെ ഇരിക്കുന്ന വെറും 10% ഇന്ത്യയുടെ സമ്പത്തേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് മെജോറിറ്റി എവിടെയാണ് വർക്കാവുന്നത്? സ്വപ്നം കാണുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ 5% ആൾക്കാർ സയന്റിഫിക് ആയിട്ട് സ്വപ്നം കണ്ടതിന്റെ പുറകെ താഴെ ഉള്ളൂ. ഈവൻ ഹാർവേഡിലും ഓക്സ്ഫോർഡിലും പോയി പഠിച്ച ആൾക്കാർ പോലും സ്വപ്നം കാണാത്ത, അവിടെയൊന്നും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നില്ലോ. അപ്പൊ നമ്മുടെ സ്വപ്നം, വീട്ടിൽ ആരും സ്വപ്നം കാണുന്നതിനെ കുറിച്ച് എതിരാണ്, അല്ലാതെ കളിയാക്കുകയാണ് ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോകരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെജോറിറ്റിയുടെ പുറകെ പോയി നിങ്ങളൊന്നും എത്തില്ല. ഒരു സാധാരണ മനുഷ്യന്റെ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സുകാരന്റെ ജീവിതത്തിലെ സ്വപ്നം, അവന്റെ ജീവിതത്തിൽ നാട്ടുകാർ കുറ്റം പറയരുത്. നമ്മുടെ അടുത്തുള്ള വീട്ടുകാരനെ കാർ മേടിച്ചാൽ നമ്മളൊരു കാർ മേടിക്കണം, അല്ലെ അവരെ കുറിച്ച് ഇംപ്രസ് ചെയ്യിപ്പിക്കുക. ഈ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ കുളവാകുന്നത്. നമ്മൾ ഇംപ്രസ് ചെയ്യാൻ എന്താ, ഞാൻ ആരെ ഇംപ്രസ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ലീഗൽ ലെജിറ്റിമേറ്റ് ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. സോ വെൻ ഇറ്റ് കംസ് ടു വെൽത്ത് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഡ്രീം, മെജോറിറ്റി ഈസ് റോങ്. അതുകൊണ്ട് ഭൂരിപക്ഷം ചെയ്യുന്നത് നോക്കി ചെയ്യായിരുന്നു നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല. ബിലീവ് യു ഹാവ് ദ പവർ ടു ഡു ഇറ്റ്. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്കൊണ്ടാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള പവർ ഉണ്ട്. കാരണം ദൈവത്തിന്റെ മാസ്റ്റർ ക്രിയേഷൻ ആണ് മനുഷ്യൻ എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ മാസ്റ്റർ ക്രിയേഷൻ, അല്ലെ? ഇപ്പൊ നിങ്ങൾക്കറിയാം, മൈക്കൽ ആഞ്ചലോടെയോ അല്ലെ അതുപോലെയുള്ള വലിയ വലിയ കലാകാരന്മാരോ അല്ലെങ്കിൽ അവരുടെ അതുപോലത്തെ വലിയ കഴിവുള്ള ആൾക്കാരെ മാസ്റ്റർ ക്രിയേഷൻസ് ഒരിക്കലും തെറ്റായി പോയിട്ടില്ല. സോ ദൈവത്തിന്റെ മാസ്റ്റർ ക്രിയേഷൻ ആണ് മനുഷ്യനെങ്കിൽ നമുക്ക് എന്തെല്ലാം കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്, അല്ലെ? ഇത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാലേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആണുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ആൾക്കാർ സംശയിക്കുന്നു? വൈ പീപ്പിൾ ഡൗട്ട്? ഫസ്റ്റ് തിങ് ഇസ് ലാക്ക് ഓഫ് സെൽഫ് ബിലീഫ്. സ്വന്തമായിട്ട് ബിലീഫ് ഇല്ല. കാരണം എല്ലാം ശരിയാ സാർ, ഇതൊക്കെ പറയുന്നത് ശരി. ഞാൻ രാവിലെ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എൻ്റെ ഒരു ഇതില്ല, എനിക്ക് അങ്ങോട്ട് ഒരു എനർജി ഇല്ലാതെ വരുവാണ്, അല്ലെങ്കിൽ എനിക്കൊരു സെൽഫ് ബിലീഫ് ഇല്ലാതെ വരുവാണ്. അതിനുള്ള മാർഗം, അത് മാറ്റാനുള്ള മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെക്കാളും ഉയർന്ന ലെവലിൽ ചിന്തിക്കുന്ന, നിങ്ങളെ എംപവർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കൂടെ ചിന്തിപ്പിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുക. നമ്മൾ പലപ്പോഴും കൂട്ടുകൂടുന്ന എങ്ങനെയുള്ള ആൾക്കാരാണ്? നമ്മളെക്കാളും താഴ്ന്ന ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ സമാന ചിന്താഗതിയുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഉയർന്ന ലെവലിൽ എത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഉയർന്ന ലെവലിൽ ഞാൻ പൈസ കൊണ്ട് മാത്രമല്ല, ചിന്തകൾ കൊണ്ടും പ്രവർത്തനം കൊണ്ടും ആ ലെവലിലുള്ള ആൾക്കാരോട്ട് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം, നിങ്ങളുടെ ചിന്തകൾ വളരില്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരില്ല, നിങ്ങളുടെ ആക്ടിവിറ്റീസ് വളരില്ല. നമ്മളെ എപ്പോഴും സാറ് കൊള്ളാൻ കേട്ടോ, നിങ്ങൾ കൊള്ളാന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കൂടെ നിന്നാൽ നമ്മൾ എങ്ങും കൊള്ളാൻ പോകുന്നില്ല. നമ്മളുടെ കൂടെ ഒക്കെ എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ് അവർ പുറകെ പോകാൻ, അങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, എംപവർ ചെയ്യുന്ന ആൾക്കാരോടൊപ്പം ഉണ്ട്. അത് സെൽഫ് ബിലീഫ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ റീഡ് ചെയ്യുക, ബയോഗ്രഫീസ് റീഡ് ചെയ്യുക. അല്ലാതെ കഞ്ചാവ് അടിച്ചിട്ട് അമ്മയെ കൊന്ന മകന്റെ കഥയൊന്നും വായിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വായിക്കുകയാണ് ബയോഗ്രഫീസ്, സക്സസ് സ്റ്റോറീസ്, എങ്ങനെ ഓരോ കാര്യം ചെയ്തു. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരാൾ സാധാരണ ഒരു ബീഹാറിൽ അങ്ങാണ്ട് എവിടെയോ പഠിച്ച, ഒരു പള്ളിക്കൂടത്തിൽ പഠിച്ച ഒരാൾ എങ്ങനെ സ്പേസിൽ എത്തി, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ എങ്ങനെ എന്തുകൊണ്ട് നമുക്ക്, ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, അങ്ങനെ ചിന്തിച്ചാലേ നമുക്ക് ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് അടുത്ത ഡൗട്ട് ചെയ്യാനുള്ള കാരണം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ഡിസ്കറേജ് ചെയ്യും. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്താൽ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യും. അത് നിങ്ങൾ പരാജയപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടല്ല, നിങ്ങൾ വിജയിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ്. ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരുത്തവൻ, അവൻ ഭയങ്കര നല്ല ലെവലിൽ എത്തിക്കഴിഞ്ഞാല്, അവൻ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്കും തോന്നുന്ന ഒരു വിഷമം, എന്താ അവൻ അങ്ങനെ വന്നാൽ തോന്നും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, പറയാം നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അതൊന്നും നടക്കുകയില്ല. ഒത്തിരി പേരെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്, ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള, നമ്മളത് ദ്രോഹം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ വിജയിക്കുമോ എന്നുള്ള പേടി കാരണമാണ് എന്നെ പലരും ഡിസ്കറേജ് ചെയ്യുന്നുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരെ മൈൻഡ് ചെയ്യാന്നില്ല. നമ്മളെ വിജയിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. അല്ലാതെ നമ്മൾ ജീവിതത്തില് വലിയ വലിയ എന്താ പറഞ്ഞ ഒത്തിരി ചിന്തിച്ചിരുന്ന അതങ്ങ് ഇരിക്കുകയുള്ളൂ. അതാണ് ഡിസ്കറേജ്. ദെൻ പ്രീവിയസ് എക്സ്പീരിയൻസസ്, ഇത് ഞങ്ങൾ ആൾക്കാർ ഡൗട്ടാണ്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാവുന്നത്, നിങ്ങൾ കുറെ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തില് എനിക്ക് ഇനി ഒരെണ്ണം ചെയ്യാനുള്ള ധൈര്യമില്ല. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫൂളിഷ്നെസ്. കുറെ പരിപാടി ചെയ്ത് നിങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. ഈ എക്സ്പീരിയൻസ് ഒരു മനുഷ്യന് എങ്ങനെയാണ് ഉണ്ടാകുക? മനുഷ്യന് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ചെയ്ത് പ്രവർത്തികളിൽ നിന്നാണ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്, അല്ലെ? നമ്മളൊരു കാര്യം ചെയ്ത് വിജയിച്ചാലും എക്സ്പീരിയൻസ് ഉണ്ടാവും, പരാജയപ്പെട്ടാലും എക്സ്പീരിയൻസ് ഉണ്ടാവും. ശരിക്കും പഠിക്കാൻ ഇറങ്ങിയ ഒരു വ്യക്തി പരാജയത്തിലാണ് കൂടുതൽ എക്സ്പീരിയൻസ് കണ്ടെത്തുന്നത്. വിജയിച്ചാൽ നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞു പോകത്തില്ല, പക്ഷെ പരാജയപ്പെട്ടാൽ നമ്മൾ അതിനെക്കുറിച്ച് ഇരുന്ന് വിശകലനം ചെയ്യണം. ചെയ്യാറില്ലെങ്കിലും
ചെയ്യണം, എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എന്തുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇരുന്ന് ശ്രമിക്കാറുണ്ട്. ഞാനൊരു പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ ശ്രമിക്കാറുണ്ട് ഇരുന്ന്, എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തത്, എന്തുകൊണ്ടായിരിക്കും വിജയിക്കാത്തത്, എന്തുകൊണ്ടായിരിക്കും അത് നടക്കാതെ. അങ്ങനെ കുറെ പ്രാവശ്യം ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആൻസർ നമുക്ക് കിട്ടും. ചിലപ്പോൾ അതായിരിക്കും നമ്മൾ മുന്നോട്ട് നയിക്കാനുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഇനി പരാജയപ്പെടും എന്നുള്ള ഇതൊന്നും, പാസ്റ്റ് ഇസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ. നിങ്ങളുടെ ഇന്നലകൾ നാളെയുടെ ഒരു മുന്നോടിയൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ്, ഡെയിലി ഇൻ ഡിലേ ഇൻ സക്സസ്. വേറെ ആൾക്കാർ ഡൗട്ട് ചെയ്യുന്നത്, ഞാൻ സാറേ ഇതിനകത്ത് വന്നിട്ട് 2.5 വർഷവും 2 വർഷം 6 മാസം 14 ദിവസമായി, മണിക്കൂർ ഉൾപ്പെടെ ചിലപ്പോൾ പറയും ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇത്രയും പൈസ ചെലവാക്കി, വിജയിച്ചില്ല. ആരോട് പറയാൻ പറ്റും വിജയിക്കില്ല? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില ഡിലേ ഒക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. ഡിലേ ഇസ് നോട്ട് ഡിലേസ് ഉണ്ടായെന്ന് വന്നേക്കാം. നമുക്ക് പൂർണ്ണമായും ബോധ്യമാണ് ഇനി ഇതിൽക്കാട് മുന്നോട്ട് പോയിട്ട് നടക്കുകയില്ലെന്ന് കണ്ടാൽ നമ്മൾ അടുത്ത പരിപാടി നോക്കാം. അല്ലെങ്കിൽ ഡിലേ ആയതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുക. ഒരുപക്ഷെ നമ്മൾ ചെയ്തത് ശരിയായി കാണുകയില്ല, ഒരുപക്ഷെ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ ചിന്തിക്കണമായിരുന്നു, ഒരുപക്ഷെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ, നമ്മുടെ ടീമിൽ വന്ന ആൾക്കാർ ചിലപ്പോൾ TC പോലും ആവാത്ത ആൾക്കാർ നമ്മൾ അവനെ ഡയമണ്ട് ആവുന്നു നടന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചില റോങ് ആയിട്ടുള്ള ചില ഇതിൽ പോയതായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകുന്നത്, നമ്മൾ ഡിലേ ചിലപ്പോൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് അനലൈസ് ചെയ്ത് ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ അത് നമ്മുടെ ഡൗട്ട് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ മാറ്റാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യാൻ പോവാറ്. ലോകത്തിൽ അത്രയും വലിയ പ്രൊഫൗണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമില്ല. ഐ എം ഗോയിങ് ടു ഡു ദിസ് എന്നങ്ങ് പറഞ്ഞാൽ അത് ഒരു പ്രാവശ്യം പറയാന്നല്ല, ഡെയിലി പറയുക, അതിന്റെ പുറകെ കൂടുക. അതാണ് ശരിക്കും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ശരിയായിട്ട് അതിന്റെ പുറകെ, ഒരു കാര്യത്തിന്റെ പുറകെ പോകാൻ പറ്റിയ നല്ലൊരു ടീം, ഇപ്പൊ സക്സസ് ബറി ഗ്ലോബൽ ഒരു ടീമുണ്ട്, നല്ലൊരു ലീഡേഴ്സ് ഉണ്ട്, ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്തിനാ വറീഡ് ആവുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ കൂടെ കൂടുക, വിജയിക്കുന്ന ആൾക്കാരുടെ കൂടുക. സോ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഞാൻ ജീവിതത്തിൽ പലപ്പോഴും ശ്രമിക്കുന്ന കാര്യമാണ്, കീപ് ദ ഡ്രീം ബസ്റ്റേഴ്സ് ഔട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി കളയുന്ന ഒത്തിരി പേര് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. അത് സ്വന്തം ഫാമിലിയിലും പുറത്തുമൊക്കെ ഉണ്ടാവും. എന്റെ കുറെ ബന്ധുക്കളുണ്ട്. ഞാൻ യാതൊരു കാരണം വന്നാലോ പ്രശ്നം വന്നാലോ അവരോട് ബിസിനസിനെ കുറിച്ചോ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. കാരണം എന്താണ്, എനിക്കറിയാം ഈസ് എ ഡ്രീം ബസ്റ്റർ. നമ്മൾ ഇവിടുന്ന് വെറുതെ ചെന്ന് നമ്മളെ ഇങ്ങനെ നാഗിയും, എന്താണ് അത് ശരിയാ, ഇത് ശരിയാ. ഞാൻ ഇന്നാൾ അവിടെ ചെന്നപ്പോ നിങ്ങളുടെ ടീമിൽ ഒരാളെ കണ്ടു കേട്ടോ, പക്ഷെ അവര് കുറെ നാൾ ചെയ്ത് നിർത്തിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ നിർത്തിപ്പോയി ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്? നമ്മൾ അവരെ ഒഴിവാക്കുക. അല്ലാതെ നമ്മളെ എല്ലാത്തിനും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനൊക്കെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ എന്നോട് അങ്ങനെ ചോദിക്കുന്ന എന്റെ വൈഫിന്റെ ഒരു ലതയുടെ ഒരു കസിനുണ്ട്. ഞാൻ എപ്പോഴും ചൊറിഞ്ഞോണ്ട്, ഞാൻ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, ഞാൻ അവനെ അങ്ങ് മാറ്റി നിർത്തും. എന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാനും അവനോട് ഒരു 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കാൻ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കും. പക്ഷെ സ്വന്തം ഭാര്യയോ ഭർത്താവാണ് ഡ്രീം ബസ്റ്ററൊക്കെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ അതിനൊരു ഇടയിൽ ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കുക. അപ്പൊ ഞാൻ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്റെ വൈഫിൽ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറയും ഈ ഒരു കാര്യത്തെ കുറിച്ച് എന്നോട് അഭിപ്രായം പറയരുത്, ചോദിക്കരുത്, ദാറ്റ്സ് ഇറ്റ്, തീർന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും ഇൻഡിവിജ്വൽസ് അല്ല, നമുക്ക് ചോദിക്കാതിരിക്കാണ്. അവിടെ അതേ തിരിച്ചു പറയാറുണ്ട്, ഞാൻ എന്റെ സാധനം ചെയ്യാൻ പോകാനാണ് ചോദിക്കരുത്, നമ്മൾ ചെയ്യത്തില്ല, അത് ചോദിച്ച് എന്ത് വേണം ചെയ്തു, ആൻഡ് ഇറ്റ്സ് യുവർ ബേബി ആൻഡ് ദ കോൺസിക്വൻസസ് ഇസ് യുവർ തിങ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡ്രീം ബസ്റ്റേഴ്സ് ചില ആൾക്കാരുണ്ട്. നമ്മൾ രാവിലെ നമ്മൾ എന്തായാലും ഷട്ടിൽ കളിക്കാൻ പോകുന്നിടത്തോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നിടത്തോ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നിടത്തോ ഒക്കെ ഇങ്ങനെ കുറെ ചെറിയ പുഴുകൾ ഉണ്ടാവും. ഇവരുടെ പുറകെ നമ്മൾ കൂടിയിട്ട് അവരെ നമ്മൾ ഒഴിവാക്കി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല. നിർത്തേണ്ടടുത്ത് നിർത്താൻ പഠിക്കണം. നിർത്തുക ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും എനിക്കുണ്ട്. എന്നാൽ വളരെ വളരെ മോശം ചിന്താഗതിയുള്ള ആൾക്കാരുകൾ നമ്മൾ പല സ്ഥലത്ത് നമ്മൾ പല രീതിയിൽ ആൾക്കാരെ പെടാറുണ്ട് അല്ലെ. പക്ഷെ അവരെയൊക്കെ നമ്മൾ ഇത്രയും നമ്മൾ ചെയ്യില്ല, അവരോട് അപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല. എന്റെ സ്കൂളിൽ കോളേജിൽ പഠിച്ച കുറെ ആൾക്കാരുണ്ട്, അവരെ പൊളിറ്റിക്കൽ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഞാൻ അവരുടെ ചിന്താഗതിയെ സ്വാധീനിക്കാൻ പോകാറില്ല. എന്റെ ചിന്താഗതിയിലേക്ക് അവരെ സ്വാധീനിക്കാൻ ഞാൻ അനുവദിക്കാറുമില്ല. അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്, മണിക്കൂറുകൾ ഇളവാക്കുക, യാത്രകൾ പോയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ എന്റെ ചിന്ത എന്റെയാണ്. നമ്മൾ ആ ടോപ്പിക് ഒരു മിണ്ടിരുന്നു കാരണം അത് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അല്ലാതെ അവര് പറയുന്ന കേട്ടു. ഇപ്പൊ ഞങ്ങള് ഒരു 50 പേര് ഇരിക്കുമ്പോൾ നമ്മൾ ഒരാൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നില്ല. 10 15 പേര് 50 പേരൊക്കെ ഇരിക്കും. അവര് പറയട്ടെന്നേ. ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഒറ്റ കാര്യമുള്ളൂ, ഐ വിൽ ഹാവ് ദ ലാസ്റ്റ് ലാഫ്. അവസാനത്തെ ചിരി എന്റെ ആയിരിക്കും, നീ ചിരിച്ചു പോകും, അവസാനത്തെ ചിരി എന്റെ ആയിരിക്കും. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഐ എം ഗോയിങ് ടു മേക്ക് ഇറ്റ്. അതിന്റെ ഒരു പ്രശ്നമൊന്നുമല്ല, സിറ്റുവേഷൻസ് ഒക്കെ മാറിക്കോളും. അസോസിയേറ്റ് വിത്ത് പീപ്പിൾ ഹു വിൽ ഹെൽപ് യു ടു അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നവരോട് കൂടുക. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും, ഫെയ്ത്ത് ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോ പത്രം വായിക്കുന്ന സമയത്തും നമ്മൾ കുത്തിയിരുന്ന് പത്രം വായിക്കുക, ഈ ചാനലിലെ ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കാണുക. അല്ലെങ്കിലുള്ള സജഷൻ സ്ട്രോങ് ആയിട്ട് പറയട്ടെ, വിവരങ്ങൾ അറിയണം, നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അറിയണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് തന്നെ രാവിലെ കണ്ട് വായിച്ച് പത്രം വായിക്കുന്ന പോലെ എത്രയോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചുറ്റും നടക്കുന്നുണ്ട്, അതിലേക്ക് നോക്കുക. അല്ലാതെ വിവാദങ്ങള്
ഈ ന്യൂസ് എന്ന് പറഞ്ഞാല് ന്യൂസ് ഇസ് നെവർ പോസിറ്റീവ്. നിങ്ങൾ പറഞ്ഞ ന്യൂസ് പോസിറ്റീവ് അല്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ ന്യൂസിനകത്ത് കൂടുതൽ എന്താ നോക്കാം, ഒന്നുകിൽ വിവാദങ്ങള്, അതല്ലെങ്കിൽ അപകടങ്ങള്, അതല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങളാണ് വിവാദം. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇപ്പം ഈ ഒരു പോസിറ്റിവിറ്റി നടന്നാൽ എത്ര ദിവസം അതിന്റെ പുറകെ ഉണ്ടാവും, അതേസമയം നെഗറ്റിവിറ്റി ആണെങ്കിലോ. അപ്പൊ നമ്മൾ എന്തിനാ അതിനകത്ത് തലവെച്ച് കൊടുക്കുന്നത്? അറിയുക, ഞാനും അറിയാറുണ്ട് കാര്യങ്ങളൊക്കെ, അതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഓക്കെ ഫൈൻ, അത്ര നടന്നല്ലോ, ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. ബി പോസിറ്റീവ് ആൻഡ് ഹാവ് ഫെയ്ത്ത്. ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക, അല്ലാതെ വല്ലതിനെയൊക്കെ പുറകെ നിങ്ങൾ എത്താൻ പോകുന്നില്ല. റീഡ്, ലിസൺ ആൻഡ് അസോസിയേറ്റ് വിത്ത് തിങ്സ് വിച്ച് ക്യാൻ ലീഡ് ടു അച്ചീവ് യുവർ ഡ്രീംസ്. ഞാനൊക്കെ എഴുതി കാണിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വായിക്കണം, കേൾക്കുക, അസോസിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ. ഇപ്പൊ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആയിരിക്കും, അതൊക്കെ വിടും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ജനറലി നമുക്ക് ചോയ്സ് ഉണ്ട് ജീവിതത്തിൽ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം ഉറങ്ങുന്ന വരെ നമ്മുടെ ചോയ്സസ് ഉണ്ട്. നമ്മൾ എന്ത് കേൾക്കണം, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം, ഏതൊക്കെ വായിക്കണം. നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്ത് കാര്യത്തിലാണ് പോകുന്നത്, അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ പുറകെ പോകണം. അപ്പോഴാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. സംതിങ് കോൾഡ് യൂണിവേഴ്സൽ പവർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രപഞ്ചത്തിന് ശക്തിയുണ്ട്, ഒരു താളമുണ്ട്, ഒരു ശ്രുതമുണ്ട്, ഒരു ഇതുണ്ട്. അതിന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇതിനെ ഓപ്പോസിറ്റ് പോവുക, അത് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. നമുക്ക് റേഡിയോ ഉണ്ട്, ആ റേഡിയോക്കകത്ത് 93.5 FM സ്റ്റേഷൻ നമുക്ക് പിടിക്കണമെങ്കിൽ 93.5 ട്യൂൺ ചെയ്യണം. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി മാർഗങ്ങളുണ്ട്, അത് ട്യൂൺ ചെയ്യണം. അത് ട്യൂൺ ചെയ്യാതെ ഈ പ്രപഞ്ചത്തിന്റെ ഇതെന്താ, നമ്മൾ എത്രയോ മീറ്റിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇതേ മീറ്റിംഗിൽ തന്നെ ഇനിയും വരുന്നുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കുക, അതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റും. ഓൾവേസ് റിമെമ്പർ, ഡിലേ ഈസ് നോട്ട് ഡിലേ. ഏതെങ്കിലും കാര്യങ്ങൾ ഡിലേ ആയെന്ന് വെച്ചിട്ട് അത് ഡിലേ ഒന്നുമല്ല, നടക്കാതിരിക്കൊന്നുമല്ല, സമയമാകുമ്പോൾ എല്ലാം നടന്നോളൂ. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പവർ അത് പുറത്തെടുക്കുക, അത് ചെയ്യുക. സോ യു ഹാവ് ടു ഇൻഹേൽ കോൺഫിഡൻസ് ആൻഡ് എക്സൈൽ ഡൗട്ട്. നിങ്ങൾ ശ്വാസം അകത്തോട്ട് വിളിക്കുമ്പോൾ കോൺഫിഡൻസ് വിളിക്കുക, ശ്വാസം പുറത്തോട്ട് വരുമ്പോൾ ഡൗട്ട്സ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സന്തോഷം, കോൺഫിഡൻസ് തോന്നുന്ന എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുക. ദോഷവും വരുന്ന അല്ലെങ്കിൽ ചവിട്ട് വരുന്ന സാധനങ്ങളെല്ലാം മാറ്റുക. അത്രേ ഉള്ളൂ സംഭവം, വേറെ ഒന്നും ഇല്ല ചെയ്യാൻ. മനഃപൂർവ്വം മാറ്റുക. ആദ്യം നമ്മൾ കുറച്ച് ദിവസം നമുക്ക് ടെൻഷൻ ആയിരിക്കും, എന്നെ കൊണ്ട് നടക്കും. നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരോടാ? നമ്മളോടാ. നടക്കും നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുണ്ടല്ലോ, ആ നിങ്ങളോട് നടക്കുന്നു പറഞ്ഞാൽ നടക്കും. അതിന് ആൻസർ ഒക്കെ വന്നോളും തന്നെ. അതിനാണ് യൂണിവേഴ്സൽ പവറിനെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. സോ ദോസ് ഹു നോ മീ നെവർ ഡൗട്ട് മീ, ദോസ് ഹു ഡൗട്ട് മീ നെവർ നോ മീ. അതായത് എന്നെ അറിയുന്നവൻ ഒരിക്കലും എന്നെ സംശയിക്കാറില്ല, എന്നെ സംശയിക്കുന്നവൻ ഒരിക്കലും എന്നെ അറിയുന്നില്ല. ഇത് ദൈവത്തിനെ കുറിച്ചുള്ള ഏറ്റവും സ്ട്രോങ് ആയുള്ള സെന്റൻസ് ആണ്, അല്ലെ ഈ പ്രപഞ്ച ശക്തിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഇതാണ്. നിങ്ങളുടെ തീസ്റ്റുകളൊക്കെ ഉണ്ട്, ബട്ട് ദർ ഈസ് സംതിങ് വിച്ച് ഈസ് മൂവിങ്, അല്ലെ? ഈ നമ്മളെയൊക്കെ മൂവ് ചെയ്യിപ്പിക്കുന്ന ശക്തിയുണ്ട്. ആ ശക്തി അറിയുന്നവൻ ഒരിക്കലും സംശയിക്കാറില്ല, സംശയിക്കുന്നവർ ഒരിക്കലും ആ ശക്തി അറിയാറില്ല. അത്രേ ഉള്ളൂ സംഭവം. അത് കൃഷ്ണനാകാം, ഭഗവാനാകാം, അതല്ലെങ്കിൽ ഈശോ ആകാം, അതല്ലെങ്കിൽ അല്ല ആകാം, ആരും ആകാം, ഒന്നുമില്ലാതെ യൂണിവേഴ്സൽ പവർ ആകാം. പക്ഷെ ദോസ് ഹു നെവർ know me, those who know me never doubt me, those who doubt me never knows me. അത്രേ ഉള്ളൂ. സോ മൈൻഡ് ഹാസ് എ ടെൻഡൻസി ടു ഡൗട്ട് പോസിറ്റീവ് തിങ്സ്. അത് എപ്പോഴും മനസ്സിലാക്കാം. അതൊക്കെ നമുക്കൊരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ മൈൻഡില്, മനസ്സിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഡൗട്ട് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിന്റെ ടെൻഡൻസി ഉണ്ട്. അത് നമ്മുടെ മൈൻഡിന്റെ ബൈ ഡിഫോൾട്ട് ആണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന വാക്കുകൾ, നമ്മളൊരു കുട്ടി ജനിച്ച് ഏകദേശം ഒരു 5 വയസ്സിനുള്ളിൽ 50,000 നോ എങ്കിലും കേൾക്കുന്നുണ്ടെന്നുള്ളതാണ് തത്വം. അതായത് നമ്മൾ നടക്കാൻ പോകുമ്പോൾ വീഴും, മന ചെയ്യരുത്, മന എഴുന്നേക്കരുത്, അല്ലെ വീഴും, നമുക്കറിയാം. പക്ഷെ കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ സാധനം ഉള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തോ ചെയ്യരുതാത്തൊരു കാര്യമുണ്ട് എന്നുള്ളതാണ് കുട്ടിയുടെ മനസ്സിൽ പതിയുന്നത്. അതുകൊണ്ട് എന്ത് കാര്യം ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ശരീരത്തിൽ എന്ത് കാര്യത്തിനും ഡൗട്ട് ചെയ്യാനായിട്ടല്ല, നമ്മുടെ ബ്രെയിനിൽ ഒരു സാധനം നമ്മൾ തന്നെ ചെറുപ്പത്തിൽ കുട്ടികളുടെ ഉള്ളിൽ കുട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് മാത്രമല്ല ഒത്തിരി കാരണങ്ങൾ വേറെ ഉണ്ട്. ഡൗട്ട് ദ നെഗറ്റീവ് ആൻഡ് ട്രസ്റ്റ് ദ പോസിറ്റീവ്. അത്ര അങ്ങ് ആലോചിക്കുക. നെഗറ്റീവ് ആയുള്ള കാര്യങ്ങൾ നടക്കുകയെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ ആകാൻ വഴിയില്ല, നടക്കണമല്ലോ. എന്തുകൊണ്ട് നടക്കുന്നില്ല? നടന്നേ പറ്റൂ. പോസിറ്റീവ് ആയുള്ള കാര്യങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. വെൻ ഇൻ ഡൗട്ട് ത്രോ ദ ഡൗട്ട് ഔട്ട്, ഹാവ് എ ലിറ്റിൽ ഫെയ്ത്ത്. അത്രേ ഉള്ളൂ. സംശയം വരുമ്പോ അതിനെ പുറത്തോട്ടില്ല. നേരത്തെ പറഞ്ഞ സെന്റൻസ് ആണ്, ഡൗട്ട് കിൽസ് മോർ ഡ്രീംസ് ദാൻ ഫെയിലിയർ എവർ വിൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വാസത്തോടെ കുഴിച്ചു വെച്ചിട്ടുള്ള ഒരു വിത്തിനെ സംശയത്തിന്റെ പേരിൽ എടുത്തു നോക്കരുത്, അതിന് പേര് വന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ എന്താ ഒരിക്കലും അത് ക്ലിക്കിയല്ല. സോ നമ്മുടെ ബിസിനസ്സിലും നമുക്ക് സീറോയിൽ നിന്ന് തുടങ്ങാനുള്ള എല്ലാ അവസരവും ഉണ്ട്. ഇറ്റ് ഈസ് റിയലി ക്രിയേറ്റഡ് ഫ്രം സീറോ. ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ സക്സസ്ഫുള്ളി തുടങ്ങിയപ്പോൾ. അല്ല അതുപോലെ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കൂടെ മീൻസ് ഈ പ്രൊജക്ടിനകത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല.
തുടങ്ങി കുറെ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ എന്ത് തുടങ്ങിയാലും നമുക്കൊരു വിശ്വാസത്തോടെ പോയാൽ എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും. സോ സെൽഫ് ബിലീഫ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യു. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു പ്രാവശ്യം വീണേക്കാം, അതൊരു പ്രശ്നമൊന്നുമില്ല. യു മൈറ്റ് ഫോൾ ഫ്യൂ ടൈംസ്. ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം എവിടെയൊക്കെ വീണിട്ടുണ്ടോ നടക്കുന്ന സമയത്ത് അല്ലെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കാനും, വീഴുമ്പോ കമന്ന് വീഴരുത്. കമന്ന് വീണാൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. മലന്ന് വീണാൽ എന്താ സംഭവിക്കുക? ആകാശം കാണാം, പ്രതീക്ഷകൾ വരും, പിന്നെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റും. സോ യു ക്യാൻ അച്ചീവ് ഇറ്റ്. സോ നമ്മുടെ ബിസിനസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. നല്ലൊരു ടീം ഉണ്ടാകുക, അതിൽ ഫെയ്ത്ത് ഉണ്ടാകുക, അത് നിങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും എങ്ങനെ ഉണ്ടാകുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് നിങ്ങളെക്കാളും കൂടുതൽ വിശ്വാസം ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ടീമിൽ വിശ്വാസമുള്ള ഒരാൾ വന്ന് നമ്മൾ രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ പ്രശ്നം, നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ ടീമിൽ നമ്മളെക്കാളും വിശ്വാസം ഇല്ലാത്തവരെ വരുള്ളൂ. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ അതിൽ കുറച്ച് ആൾക്കാരെ വരുള്ളൂ. അതുകൊണ്ട് നെവർ എവർ പ്രിറ്റൻഡ് ടു ഹാവ് ഫെയ്ത്ത്, ഹാവ് റിയൽ ഫെയ്ത്ത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇരുന്ന് ആരോട് സംസാരിക്കണം, അവരോട് ചോദിച്ചിട്ട് സംശയങ്ങൾ മാറ്റുക, പ്രവർത്തിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ ചില ആൾക്കാർ ഡ്രീം ഉണ്ട്, അതുകൊണ്ടൊന്ന് പ്രവർത്തിക്കുന്നതിന് എന്ത് ചെയ്യും. സോ അതുകൊണ്ട് സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുക, ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും. ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സോ രത്തൻ ടാറ്റ, അദ്ദേഹത്തിന്റെ ഒരു ഇൻസിഡന്റ് ആണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻസ്, ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് മേക്ക് ദം റൈറ്റ്. അദ്ദേഹത്തിന്റെ ഇതാണ്. അതായത് ഞാൻ ജീവിതത്തിൽ ശരിയായ തീരുമാനം എടുക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. ഒരു തീരുമാനം എടുത്ത് അതിനെ ശരിയാക്കുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളിൽ പലരും ശരിയായ തീരുമാനം എടുക്കാൻ വേണ്ടി 2.5 വർഷമായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ തുടങ്ങുന്ന സമയം, കാരണം നമ്മള് ഇനിയിപ്പോ കർക്കിടക മാസം മതി, ചിങ്ങമാസം ആയിക്കോട്ടെ ഞാൻ തുടങ്ങാം, അല്ലെങ്കിൽ അങ്ങനെ അതുകൂടെ പഠിച്ചോട്ടെ. സാർ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചോട്ടെ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെ ഈ പ്രൊഡക്റ്റ് ആക്ട് ചെയ്യുന്നുള്ളത് പഠിച്ചോട്ടെ, നെർവ് എനർജി എങ്ങനെ ആക്ട് ചെയ്ത് ഞാൻ പഠിക്കട്ടെ. ഇത് പഠിക്കാനിരിക്കുക. ഞാൻ ഇപ്പോഴും പറയട്ടെ, പല കാര്യങ്ങളും എനിക്ക് ശരിക്കും മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഉണ്ട്. അത് ഏത് കോമ്പിനേഷൻ എവിടെ വർക്ക് ചെയ്യുന്ന നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ഇറങ്ങുന്നത്. നമ്മളങ്ങനെ ഇറങ്ങുവാണ്, അതിപ്പോ ഇത് ബാക്കിയുള്ളവർ കണ്ടുപിടിച്ചോളൂ. സോ അതുകൊണ്ട് മനസ്സിലാക്കുക, ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ അല്ല പ്രധാനപ്പെട്ട, ടേക്കിംഗ് ദ ഡിസിഷൻ ആൻഡ് മേക്കിംഗ് റൈറ്റ്. എന്റെ ഇതല്ല, രത്തൻ ടാറ്റയുടെ അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ്. ജാഗ്വർ ലാൻഡ് റോവർ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല കാറുകളിൽ ഒന്നാണ് ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ എന്നുള്ള ബ്രാൻഡ്. അത് പ്രസ്റ്റീജിയസ് ബ്രാൻഡാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ബെൻസ്, BMW, ഓഡിയോക്കാലൊക്കെ മുകളിൽ നിൽക്കുന്നത്, അതിന്റെ മുകളിൽ പിന്നെയുള്ള പോർഷെ, പിന്നെയുള്ളത് ഇവൻ പോർഷയുടെ ലെവലിൽ നിൽക്കുന്നതാണ്, പിന്നെയുള്ള റോൾസ് റോയ്സ്, ബെൻറ്റ്ലി ഒക്കെ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ആ കാറ് ടാറ്റയുടെ കയ്യിൽ വന്ന എങ്ങനെയാന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ രസമാണ്. ടാറ്റ എന്ത് ചെയ്തു, അവര് ട്രക്ക് ഉണ്ടാക്കിക്കൊണ്ട്, ട്രക്ക് മാത്രമല്ല ഉപ്പ് മുതൽ പല കാര്യങ്ങളും ഉണ്ടാക്കേണ്ട കമ്പനിയാണ്. അവർക്ക് ഓട്ടോമൊബൈലിലെ ട്രക്ക് മാനുഫാക്ചേഴ്സ് ആണ്, ലോറി, ടാറ്റയുടെ കാറ്, പിന്നെ ബസ്, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്. അവർക്കൊരു ബോധി ഉണ്ടായ ഒരു സമയത്ത് കാർ ഉണ്ടാക്കണം, എന്തുകൊണ്ട് കാർ ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ അവര് ഇൻഡിജിനിയസ് ആയിട്ട്, അതായത് ഈ ലോക്കലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാറ്, പാസഞ്ചർ കാർ 1998 പുറത്തിറക്കി. അതിന്റെ പേര് ഇൻഡിക്ക എന്നുള്ള കാർ. ഞാൻ ആദ്യത്തെ വെർഷൻ ഇൻഡിക്ക മേടിച്ച ആളാണ്. അതിന് കംപ്ലീറ്റ്ലി പ്രശ്നങ്ങളായിരുന്നു. 14,000 കിലോമീറ്ററിൽ എന്റെ 2 ടയർ, ഫ്രണ്ടിലത്തെ വണ്ടിയുടെ 2 ടയറും തേഞ്ഞുപോയി. അത് റീപ്ലേസ് ചെയ്ത് കിട്ടാൻ വേണ്ടി അവർ പുറകെ പാട് എനിക്കറിയാം. അതുപോലെ അത് ലോറി ഓടി ആദ്യത്തെ ഇൻഡിക്ക എന്ന് വെച്ചാൽ ആദ്യകാലത്തെ ഇൻഡിക്ക, വേർഷൻ 2 ഇറങ്ങിയതിന് മുമ്പുള്ള ഇൻഡിക്ക മേടിച്ച ആളാണ്. അത് ഫ്ലോപ്പായി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, പല വേർഷൻസ് ഉണ്ടാക്കി. പക്ഷെ ഇൻഡിക്ക എന്നുള്ള പ്രൊജക്ട് അങ്ങ് ഫ്ലോപ്പായി. അപ്പൊ എന്ത് ചെയ്തു, ഇവർക്ക് കുറെ നഷ്ടമായി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ പൈസ ഇവർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിനു മുമ്പ് കുറെ കാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ടാറ്റ എസ്റ്റേറ്റ്, ടാറ്റ സിയറ എന്നൊക്കെ പറഞ്ഞ നല്ല വണ്ടികൾ ഉണ്ടായിരുന്നു. നല്ല വണ്ടി അത് ആ കാലത്തെ ട്രെൻഡിങ് വണ്ടികളാണ്, പ്രീമിയം വണ്ടികളായിരുന്നു. പക്ഷെ അതൊന്നും ടാറ്റയുടെ ഒരു നല്ല ലെവലിൽ എത്തിച്ചില്ല. അതൊക്കെ നഷ്ടത്തിലായിരുന്നു. അതിനു മുമ്പ് പുറത്തിറങ്ങാത്ത 10ഓളം കാറുകൾ ടാറ്റ ഇറക്കിയ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി പൈസ ഇതിനകത്ത് നഷ്ടപ്പെട്ടു. ആ സമയത്ത് എന്ത് ചെയ്തു, ഇതൊരു ഫെയിലിയർ ആയി. അപ്പൊ ചുറ്റുമുള്ള ഉപദേശകരെല്ലാം കൂടെ പറഞ്ഞു, അന്നേരം പറഞ്ഞാൽ നിങ്ങൾ ലോറി ഉണ്ടാക്കിയപ്പോൾ എന്തിനാ കാർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്തു, അപ്പം രത്തൻ ടാറ്റയാണെങ്കിലും കൂടെയുള്ള ആൾക്കാരെ നിരം പറഞ്ഞാൽ എന്താ ഉണ്ടാകുക, എന്നാ പിന്നെ പെണ്ടാരങ്ങ് വിറ്റാക്കാം, നമ്മൾ ഇതിനെ തലവരും. അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, ഉപ്പ് മുതൽ കർപ്പൂരം വരെ, എയർലൈൻ വരെ ഒത്തിരി സാധനങ്ങൾ അവരിലുണ്ട്. എന്നാ പിന്നെ ഈ സാധനം ഇങ്ങനെ തലവേദന കൊണ്ട് വേണ്ട. കുറെ നോക്കിയല്ലോ, 10-12 വർഷം നോക്കി. അതായത് ടാറ്റ ഏകദേശം 12-14 വർഷത്തോളം കാറിന്റെ ബിസിനസ് നോക്കിയിട്ട് നടന്നില്ല. എന്നാ നമുക്ക് ലെറ്റ്സ് ഗിവ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം അങ്ങ് വിൽക്കാനായിട്ട് അവർ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഫോർഡ് മോട്ടോഴ്സ്. ലോകത്തിലെ ഏറ്റവും പഴയ കാർ മേക്കേഴ്സിൽ ഒന്നാണ്. ഫോർഡിന്റെ T1 ആണ് ഓട്ടോമൊബൈൽ വിപ്ലവം ഉണ്ടാക്കിയ സാധനം. അവര് ഹെൻറി ഫോർഡിന്റെ കമ്പനിയാണ്. അവരെ പോയി കാണാൻ തീരുമാനിച്ചു, ഇവർക്ക് വിൽക്കാനായിട്ട്. അവർക്കൊരു പ്രപ്പോസൽ കൊടുത്തു. അദ്ദേഹത്തിനോട് അവിടെ വരാൻ പറഞ്ഞു. അപ്പൊ അവരുടെ ഫാക്ടറി ചെന്നു. അവിടെ എന്താ പറയുക, ഡെട്രോയിറ്റിലാണ് അവരുടെ ഫാക്ടറി, അമേരിക്കയില്. അപ്പൊ ഇദ്ദേഹം സ്വന്തം ഫ്ലൈറ്റ് ഒക്കെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പം അദ്ദേഹത്തിനോട് ഫോർഡിന്റെ അന്നത്തെ ചീഫ് ചെയർമാൻ ചോദിച്ചു, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത പരിപാടിയില്
നിങ്ങൾക്ക് എന്തിനാ ഇറങ്ങാം? നിങ്ങളോട് ആരാ പറയാം കാറൊക്കെ നിങ്ങൾക്ക് പോലെ ലോറിയൊക്കെ ഉണ്ടാക്കൊണ്ടിരുന്നാൽ പോരെ? ഇന്ത്യക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് അതൊന്നും പറ്റത്തില്ല. ഇതൊക്കെ ഞങ്ങളെ പോലെയുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഈ കാറ് നിങ്ങളുടെ നിന്ന് മേടിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫേവറാണ്, നിങ്ങളുടെ നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും, അങ്ങനെ ഞാൻ അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാന്ന് പറഞ്ഞു. ഇയാളുടെ ചെയർമാന്റെ റൂമിൽ ചെല്ലുവാണ് രത്തൻ ടാറ്റ. അതുണ്ടായ സ്റ്റോറിയാണ്. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു അങ്ങനെ തനിക്ക് ഞാനിങ്ങനെ എനിക്കൊരു ഫേവറും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ പോലും മുഴുവിക്കാതെ പോകും. കാരണം അവരെ കളിയാക്കി, ടാറ്റയെ കളിയാക്കി. നിങ്ങളുടെ വല്ല ആവശ്യമുണ്ടോ? അപ്പൊ നമ്മളൊക്കെ കളിയാക്കുമ്പോഴാണ് നിർത്തുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പുറകിലത്തെ ബസ്സിന്റെ പുറകിലത്തെ സീറ്റിൽ ഇരുന്ന് രണ്ടുപേര് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറ്റം പറഞ്ഞാൽ, മൈലൈഫിനെ കുറ്റം പറഞ്ഞാൽ ഫ്രണ്ട് ഇരിക്കും, നമ്മൾ ഇറങ്ങിപ്പോകും. തീർന്നു, ഇനി ഞാൻ നിർത്തി, ഇല്ല നടക്കുകയില്ല. ഇങ്ങനോട് നേരിട്ട് പറഞ്ഞു എനിക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് ഞാനിപ്പോ ഐ എം ഡൂയിങ് എ ഫേവർ ബൈ ടേക്കിംഗ് യുവർ ബ്രാൻഡ്, ഞങ്ങൾക്ക് കുറച്ച് പൈസ സഹായിക്കാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു. ആള് പറഞ്ഞു ടാറ്റ അന്നേരം ആ മീറ്റിംഗിൽ ഇറങ്ങിപ്പോയി. ഐ ഡോണ്ട് വാണ്ട് ടു സിറ്റ് വിത്ത് യു എന്ന് തിരിച്ചു പോകുന്നു. അത് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വെറുതെ ഇരിക്കുവല്ലേ ഇത്. പിന്നെ ആലോചിച്ചു, അതിനൊക്കെ ടാറ്റ സുമയൊക്കെ ഉണ്ട് ആ സമയത്ത്. സുമയിലെ കാറിനാണ് പ്രശ്നം. അപ്പൊ ആ സമയത്ത് അവിടെ നിന്ന് ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് കാറുകളെ ബെറ്റർ ആക്കാൻ അദ്ദേഹം പഠിച്ചു. അതിന്റെ V2 ഉണ്ടാക്കി, വെർഷൻ 2 ഉണ്ടാക്കി, പിന്നെ ഇന്ത്യക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കി, പിന്നെ പല പല കാറുകൾ ഉണ്ടാക്കി. ടാറ്റ ആ കാറിലെ മേഖലയിൽ അങ്ങ് വിജയിച്ചു. ഇതേ സമയത്ത് കളിയാക്കിയ ചങ്ങാതിയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമായിരുന്നല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ബിസിനസ് നഷ്ടത്തിലായി. ഫോർഡ് ഹെവി ലോസിലേക്ക് വന്നു. ഹെവി ലോസിൽ വന്നപ്പം ആ സമയത്ത് ജാഗ്വർ ലാൻഡ് റോവർ എന്നുള്ള ബ്രിട്ടീഷ് കാർ മേക്കിംഗ് കമ്പനി ഫോർഡിന്റെ കയ്യിലാണ്. ഇവർ അമേരിക്കൻസ് ആണ്. അപ്പൊ ജാഗ്വർ ലാൻഡ് റോവർ പോലത്തെ കാറ് അത്രയും ലക്ഷറി കാർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലാതെ ആ ഫാക്ടറി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനകത്ത് കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ജാഗ്വർ ഒക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പൊ ഞാൻ ഓടിക്കുന്ന എനിക്കറിയാം, അതിന് കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ആ കമ്പനിക്ക് ആ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ താഴെ പോകാൻ പറ്റില്ല. അത് ഫോർഡിന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അവർ ഓൾറെഡി നഷ്ടത്തിലായി ഫോർഡ്. അപ്പൊ എന്ത് ചെയ്തു? ലോകത്തിൽ ഏറ്റവും കത്തി നിൽക്കുന്ന കാർ മാനുഫാക്ചേഴ്സ് ആയി 14 വർഷം കൊണ്ട് ടാറ്റയുടെ പൈസയുണ്ട്. ഇപ്പൊ 2008 10 വർഷത്തിനുള്ളിൽ ഫോർഡ് ബാങ്ക്റപ്സിയിലായി. എന്നാൽ അവര് ബാങ്ക് റപ്റ്റായി. ബാങ്ക്റപ്റ്റ് എന്ന് പറഞ്ഞാൽ പാപ്പരായി എന്ന് പറയാം, അതുപോലെ ആ ലെവലെത്തി. അപ്പൊ എന്തായാലും അമേരിക്കയിലെ ഫിനാൻഷ്യൽ സ്ലോ ഡൗൺ എല്ലാം ഉണ്ടായ ആ സമയത്ത് രത്തൻ ടാറ്റ ഇതറിഞ്ഞ് ഫോർഡിന് ഒരു മെസ്സേജ് അയച്ചു. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പ്രശ്നക്കാരായുള്ള വണ്ടി, അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാധനം ഞാൻ എടുത്തോളാം, ജാഗ്വാർ ലാൻഡ് റോവർ ഡിവിഷൻ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ഫോർഡിന്റെ കമ്പനി ബിൽ ഫോർഡ്, അതായത് ഹെൻറി ഫോർഡിന്റെ കൊച്ചുമാൻ ബിൽ ഫോർഡ്, പുള്ളി പറഞ്ഞ ബോംബെയിലേക്ക് നമുക്ക് സംസാരിക്കാം. ബിൽ ഫോർഡ് ബോംബെയിൽ വന്നു. നമ്മൾ ഈ സിനിമയ്ക്കകത്ത് പറയാം ചില ചാത്തന്മാര് കൊണ്ടുവന്ന് പറയാം, അതുപോലെ ബിൽ ഫോർഡ് ഇന്ത്യയിൽ വന്നു, ബോംബെയിൽ വന്നു. ബോംബെ ഹൗസ് എന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെ ഹൗസ് എന്ന് പറയും. അവിടെ വന്നിട്ട് ബിൽബോർഡ് ടാറ്റയോട് പറഞ്ഞു, തിരിച്ചു. ടാറ്റ എപ്പോഴും പറഞ്ഞു, ടാറ്റ വളരെ മാന്യനാണ്. നമ്മൾ ഈ മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ, നീ എന്നോട് ഇത് പറഞ്ഞില്ല, ഞാൻ തിരിച്ചു അങ്ങോട്ട് പറഞ്ഞില്ല, ഉറക്കം വരികയല്ല. നമ്മളൊക്കെ പ്രശ്നം അതാണ്. അവർ ഭയങ്കര ഒരു ലെവൽ കഴിഞ്ഞ ഇതൊന്നും ആരെയും ബാധിക്കുകയല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇൻസൾട്ട് ആയി നമ്മൾ ഇറങ്ങിപ്പോകുന്നു, അതിനപ്പുറത്തേക്ക് തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ ബിൽഫോർഡ് സ്വന്തം വാക്കുകളോട് അദ്ദേഹത്തിനോട് പറഞ്ഞു, യു ആർ ആക്ച്വലി ഡൂയിങ് എ ഫേവർ, ബിഗ് ഫേവർ ടു അസ് ബൈ ബൈയിങ് ജാഗ്വാർ ആൻഡ് ലാൻഡ് റോവർ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, തിരിച്ച് കാലം മറുപടി പറയാത്ത ഒരു സാധനം ഇല്ല, നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ബിൽഫോർഡ് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് ഒരു ഫേവർ ചെയ്യുകയാണ് ഈ സാധനം പറ്റി. ഇതാണ് ശരിക്കും പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട. ടാറ്റ എന്ത് ചെയ്തു? $2.3 ബില്യൺ ആ സാധനം മേടിച്ചു. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 8,000 കോടിയായിരുന്നു ആ സമയത്ത്. സോ 16,000 + 3 24, അതായത് 18,000 19,000 കോടിക്ക് ഓൾ ക്യാഷ് ഡീല്. എന്നാൽ 100% ഒരു ഒറ്റ ചെക്ക് ചെയ്ത് കൊടുത്തു, 20,000 കോടിയെ കൊണ്ടുപോകും, ഈ സാധനം ഞാനിക്ക് എടുത്തിരിക്കുന്നു. അങ്ങനെ പറയാൻ ലെവലിലേക്ക് എത്താൻ സാധിച്ചു ഈ ജാഗ്വാർ പോലത്തെ വലിയ ബ്രാൻഡ്. ഇന്ന് ടാറ്റയ്ക്ക് പിന്നെ അതുകൊണ്ടുള്ള ഗുണം വെച്ചാൽ, ഇന്നിപ്പോ നിങ്ങൾ ടാറ്റ ഹാരിയറിന്റെ EV കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വല്ല മലയുടെ മുകളിലൊക്കെ കയറി, പാറയുടെ മുകളിൽ കയറിയതൊക്കെ. ഇതൊക്കെ സാധിച്ച് ജാഗ്വാറിന്റെ ആ ലാൻഡ് റോവർ ജാഗ്വാറിന്റെ അവരുടെ ടെക്നിക്കൽ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുപോലെ എയർ ഇന്ത്യയെ കുറിച്ചും ടാറ്റയെ കുറിച്ചും കഥയുടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ ഡൗട്ട് എന്നുള്ളത് അതിനകത്ത് UBT നമുക്ക് ആവശ്യമില്ലാത്ത 3 അക്ഷരങ്ങളാണ്. അതും കളയുക, ഡു എന്നാക്കുക, അത്രേ ഉള്ളൂ സംഭവം. നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ലൈഫ് വെരി ഇമ്പോർട്ടന്റ് ടു കീപ് us ഗോയിങ്. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. നമ്മൾ എന്നും ഉയർന്നു പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ അഹങ്കാരം കൂടും, അപ്പൊ താഴോട്ട് വരും, പിന്നെ മുകളിലോട്ട് വരും. അങ്ങനെയൊക്കെയാണ് ജീവിതം. കാരണം ഒരു ECG ലൈനില് ടാറ്റ പറഞ്ഞ വാക്കാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ലൈഫ് ആർ വെരി ഇമ്പോർട്ടന്റ് ടു കീപ് us ഗോയിങ് ബിക്കോസ് എ സ്ട്രൈറ്റ് ലൈൻ ഈവൻ ഇൻ ECG മീൻസ് യു ആർ നോട്ട് അലൈവ്. നിങ്ങളുടെ ECG എങ്ങനെയാ? മുകളിലോട്ട് താഴോട്ടല്ലേ? എന്നത് ഒറ്റ ലൈനിൽ വരുമോ തീരും. അപ്പൊ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ മെഷീൻ കാണാൻ ഒച്ച കേൾക്കും. പിന്നെ നമ്മള് എപ്പോഴാണ് സംസ്കാരം എന്നുള്ള മാത്രമേ പിന്നെ നമ്മുടെ പേര് പോലും ഇല്ല, മനസ്സിലാക്കാം. പിന്നെ നമ്മൾ മരിച്ച ആളെ, നമ്മൾ പിന്നെ ഒരാൾ മരിച്ചു, ഇപ്പൊ ബോഡി വീട്ടിലോട്ട് കൊണ്ടിരുന്നു നമ്മൾ ചോദിക്കുന്നത്, അല്ലെ?
മരിച്ച വ്യക്തി ഇപ്പൊ രാമനോ കൃഷ്ണനോ മുഹമ്മദോ ആണെങ്കിൽ മുഹമ്മദ് എപ്പോഴും വരുന്നല്ലേ ചോദിക്കുന്നത്, ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ തീർന്നു, അത്രേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇതിനിടയിലാണ് നമ്മൾ ഈ കിടന്ന് നകളിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാം, ഇതിനിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്, റൈറ്റ് ഡിസിഷൻ. ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് മേക്ക് ദം റൈറ്റ്. ഇത്രേ ഉള്ളൂ സംഭവം. ഞാൻ തീരുമാനം എടുക്കും, അതിനെ ഉറപ്പാക്കും. സോ നിങ്ങളുടെ ഡ്രീമിൽ നിന്ന്, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഡൗട്ട്, സംശയങ്ങളെ കുറച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് ഏറ്റവും നല്ലത്. വലിയ ഡ്രീം ഉണ്ടാക്കുക, ഏറ്റവും കുറച്ച് ഡൗട്ട് ഉണ്ടാക്കുക. സോ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കുക, ഡൗട്ട് ഇല്ലാതാക്കുക. അപ്പൊ നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ് സാധിക്കും. സോ നിങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബിസിനസിന്റെ കൂടെയാണ്, നല്ലൊരു ടീമിന്റെ കൂടെയാണ്. SBG യുവർ ഗോൾഡൻ വിങ്സ് ടു ഫ്ലൈ. നിങ്ങൾക്ക് പറക്കാനുള്ള സ്വർണ്ണ ചിറകുകളാണ്. സ്വർണ്ണ ചിറകുകളൊക്കെ ഉള്ളപ്പോൾ പറക്കണം, എഴഞ്ഞു നടക്കരുത്, മഴവിലിന്റെ മുകളിൽ പറക്കണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. എപ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് പറയേണ്ട കാര്യമാണ്, ഐ ആം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദ ബെസ്റ്റ്, ഐ ഹാവ് ദ ബെസ്റ്റ്, ഐ ആം ഇഗ്നൈറ്റഡ് ആൻഡ് ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ. ഇത് സ്ഥിരം ഒരു 10 എഴുതി വെച്ച് എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെ മൊബൈലിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എപ്പോഴും വെക്കുക, ഇടയ്ക്കിടയ്ക്ക് പറയാം. അപ്പൊ നമ്മൾ ഡൗട്ട് തന്നെ പോകുന്നതാണ്. ഐ എം ദി ബെസ്റ്റ്, ഐ എം ദി ബെസ്റ്റ്, ഐ എം ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കുറെ ഡൗട്ട്. അങ്ങനെ അല്ലല്ലോ, എന്തായാലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെ. അങ്ങനെയാണ് എന്നൊരു സമയം നിങ്ങൾ മനസ്സങ്ങ് വിശ്വസിക്കും. അപ്പൊ എല്ലാ പ്രശ്നം തീരും. ഐ ഡിസേർവ് ദ ബെസ്റ്റ്, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഡിസേർവ് ചെയ്യുന്നത് ഞാൻ. ഐ ഹാവ് ദ ബെസ്റ്റ്, ഐ ആം ഇഗ്നൈറ്റഡ് ആൻഡ് ടുഡേ ഈസ് മൈ ബെസ്റ്റ്. സോ ക്രിയേറ്റ് എ ഗ്രേറ്റ് ഡേ ഫോർ യു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ദിവസം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, മറ്റൊരാൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ദിവസം ക്രിയേറ്റ് ചെയ്ത് തരാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് ഇറ്റ് ഈസ് ഓൺലി യു ക്യാൻ ഡു ദാറ്റ്. അത് ചെയ്യാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ഗ്രേറ്റ് വീക്ക്. ഗോഡ് ബ്ലെസ് യു. സീ യു. ബൈ.